ഓം നമോ നാരായണായ. നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആധ്യാത്മ രാമായണത്തിൽ വനയാത്ര എന്ന ഭാഗത്തിലെ ഓരോ വരിയുടെയും അർത്ഥമാണ് ഇന്ന് പറയുവാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് കേട്ടു നോക്കൂ. നമ്മുടെ മനസ്സിൽ എവിടെ നിന്നില്ലാത്തൊരാനന്ദം വന്നു ഭവിക്കുന്നത് നമുക്ക് തന്നെ മനസ്സിലാക്കി അറിയാം. ശ്രീരാമൻ പിതാവിൻ്റെ കൊട്ടാരത്തിൽ പ്രവേശിച്ച ഉടനെ യാതൊരുവിധ മനക്ലേശവുമില്ലാതെ പ്രമാണിച്ച് ഇപ്രകാരം പറഞ്ഞു. തൻ്റെ അമ്മയായ കൈകേയിയോട്, അമ്മേ, മനസ്സിലുള്ള ദുഃഖമെല്ലാം മാറ്റിവെച്ചാലും ലക്ഷ്മണനും സീതയും ഞാനും സന്തോഷത്തോടെ പ്രസന്നതയോടും കൂടെ കാട്ടിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നു. ഇനി സങ്കടമെല്ലാം മാറ്റിവെച്ച് ഞങ്ങൾക്ക് പിതാവിൻ്റെ കൽപ്പന എന്താണോ അത് വൈകാതെ നൽകിയാലും. കേൾക്കാൻ ആഗ്രഹിച്ച ഈ വാക്കുകൾ കേട്ട് കൈകേയി ആദരവോടെ, സന്തോഷത്തോടെ, ബഹളത്തോടെയും തിടുക്കത്തോടെയും കൂടെ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു. ശ്രീരാമനും സീതയും അനുജനായ ലക്ഷ്മണനും ആ മാതാവ് മരവുരികൾ വെവ്വേറെ എടുത്തു നൽകി. രാജകീയവും അമൂല്യവുമായ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് ശ്രീരാമൻ കാട്ടിൽ ധരിക്കേണ്ട മരവുരി സ്വീകരിച്ചു. താമരക്കണ്ണനായ ശ്രീരാമന്റെ അനുവാദത്തോടെ മരവുരി ലക്ഷ്മണനും ആ സമയം തന്നെ ധരിച്ചു. സാക്ഷാൽ ലക്ഷ്മി ദേവി, സീതാദേവി, ജാനകി ആ മരവുരി കയ്യിൽ പിടിച്ചുകൊണ്ട് പരിഭ്രമത്തോടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അറിയുന്നതിനായി, അതായത് ഭർത്താവിൻ്റെ ഉള്ളിരിപ്പ് എന്താണെന്ന് അറിയുന്നതിനായി ആ നിമിഷം നാണത്തോടെ ഭർത്താവിൻ്റെ താമര പോലുള്ള മുഖത്തേക്ക് സ്വകാര്യമായി പതുക്കെ നോക്കി. ഞാനിതെങ്ങനെ വേഗത്തിൽ ശരിയായി ഉടുക്കേണ്ടത് എന്ന ചിന്തയോടെ സീതാദേവി നിന്നു. മറ്റുള്ളവരുടെ മനോഗതം മനസ്സിലാക്കുന്നവനും സർവജ്ഞനുമായ രാമൻ അപ്പോൾ ലക്ഷ്മണനോടൊപ്പം സന്തോഷത്തോടെ മരവുരി ദിവ്യവസ്ത്രങ്ങൾക്ക് മീതെ ധരിച്ചു. സന്തോഷമുള്ള സംഭാഷണങ്ങളോടും യാതൊരുവിധ സങ്കടവുമില്ലാതെ നിലകൊണ്ടു ഇതു കണ്ട കൊട്ടാരവാതിലുകളിൽ നിൽക്കുന്ന ഉന്നതരായ ജനങ്ങളെല്ലാം തങ്ങൾക്ക് നേരിട്ട വലിയ ദുഃഖത്താൽ കരയുന്നത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന വസിഷ്ഠ മഹർഷി കോപത്തോടെ കൈകേയിയെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു. വളരെ സങ്കടത്തോടെയും കലിപ്പോടെയും ചോദിച്ചു, നിനക്ക് എന്താണ് ഇങ്ങനെ തോന്നാൻ? ദുഷ്ടേ, രാക്ഷസി, ദുഷിച്ച മനസ്സുള്ളവളെ, ആലോചിക്കുന്തോറും കഷ്ടം തോന്നുന്നത്ര ക്രൂരമായ സ്വഭാവമുള്ളവളെ, ദുഷ്ടേ, രാമൻ കാട്ടിലേക്ക് പോകണമെന്നല്ലോ തമോ ഗുണമുള്ളവളെ, ദുഷ്ട സ്വഭാവമുള്ളവളെ, നീ വരം ചോദിച്ചു വാങ്ങിയത്. സീതാദേവിക്ക് ഉടുക്കാൻ മരവുരി നൽകാൻ നിന്റെ മനസ്സിൽ എന്തൊരു കാരണത്താലാണ് അങ്ങനെ തോന്നിയത്? ഭക്തിയോടും പതിവ്രത ധർമ്മത്തോടും കൂടി ജാനകി തൻ്റെ ഭർത്താവിനോടൊപ്പം കാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ എല്ലാ ആഭരണങ്ങളും അലങ്കരിക്കപ്പെട്ട ശരീരത്തോടെ ദിവ്യമായ പട്ടുവസ്ത്രങ്ങളും ധരിച്ചു വേണം രാമനെ അനുഗമിക്കാൻ. കാട്ടിലെ ദുഃഖങ്ങൾ ഇല്ലാതാക്കാനായി ഭർത്താവിൻ്റെ മനസ്സിൽ എപ്പോഴും സന്തോഷിപ്പിച്ചുകൊണ്ട്, ഭർത്താവിനെ എപ്പോഴും ശുശ്രൂഷിച്ചുകൊണ്ട് പിരിയാതെ ശുദ്ധമായ മനസ്സോടെ ജീവിക്കണമെന്നേ വരുന്നുള്ളൂ. ഇപ്രകാരമുള്ള വസിഷ്ഠന്റെ വാക്കുകൾ കേട്ട് ദശരഥ മഹാരാജാവ് സുമന്ത്രരോട് തലകുനിച്ച് ഇപ്രകാരം കൽപ്പിച്ചു. രാജാക്കന്മാർ യോഗ്യമായി രഥം വേഗത്തിൽ കൊണ്ടുവരൂ. താമരക്കണ്ണനായ രാമന്റെ യാത്രയ്ക്കായി ഉടനടി തയ്യാറാകൂ. ഇങ്ങനെ പറഞ്ഞ് രാമന്റെ താമര പോലുള്ള മുഖത്തേക്ക് നോക്കി, മകനെ, അയ്യോ രാമ, ലക്ഷ്മണ, സീതേ, രാമ രാമ, 3 ലോകങ്ങൾക്കും ആനന്ദം നൽകുന്ന ശരീരത്തോടു കൂടിയവനെ, ഹാ എൻ്റെ പ്രാണന് തുല്യനായവനെ, മനോഹരനായവനെ എന്ന് വളരെ സങ്കടപ്പെട്ട് നിലത്ത് വീണ ദശരഥൻ മനമൊരുക്കി കരയുന്ന ആ സമയത്ത് സുമന്ത്രർ തേര് തയ്യാറാക്കി കൊട്ടാരമുറ്റത്ത് കൊണ്ടുവന്ന് നിർത്തി. അപ്പോൾ ശ്രീരാമസ്വാമി സീതയോട് ഇപ്രകാരം പറഞ്ഞു. സീതേ, നീ വേഗത്തിൽ രഥത്തിൽ കയറിയാലും ഇനി അല്പം പോലും സമയം കളയരുത്. സുന്ദരിയായ സീതാദേവി ശ്രീരാമനെ വന്ദിച്ച് രഥത്തിൽ കയറി. ലക്ഷ്മീപതിയായ ശ്രീരാമനും മനസ്സിലെ സങ്കടമെല്ലാം മാറ്റി നിർത്തി പിതാവായ ദശരഥനെ സാഷ്ടാംഗം പ്രണമിച്ച് പ്രദക്ഷിണം ചെയ്യുകയും തൊഴുതുകൊണ്ട് ഉടൻ തന്നെ രഥത്തിൽ കയറുകയും ചെയ്തു. അമ്പുകൾ, വില്ല്, വാൾ, അമ്പുപൊതി തുടങ്ങിയ ആയുധങ്ങളെല്ലാം കയ്യിലെടുത്ത് വന്ദിച്ചുകൊണ്ട് ലക്ഷ്മണനും രഥത്തിൽ കയറി. ലക്ഷ്മണൻ കയറിയപ്പോൾ സുമന്ത്രരും വളരെ സങ്കടത്തോടെ, വിഷാദത്തോടെ രഥം മുന്നോട്ട് ഓടിച്ചു. രാജാവായ ദശരഥനാകട്ടെ നിൽക്കൂ, നിൽക്കൂ എന്ന് വിളിച്ചു പറഞ്ഞു. എന്നാൽ രഘുനാഥനായ രാമൻ പോകൂ, വേഗത്തിൽ പോകൂ എന്ന് സുമന്ത്രരോട് ആവശ്യപ്പെട്ടു. ആ സമയം ലോകം മുഴുവൻ അമ്പരന്ന് നിശ്ചലമായിപ്പോയി. താമരക്കണ്ണനായ രാമൻ ദൂരേക്ക് കാഴ്ചയിലേക്ക് നിന്ന് മറഞ്ഞപ്പോൾ ദശരഥ രാജാവ് ബോധം കെട്ട് നിലത്തു വീണു. സ്ത്രീകളും കുട്ടികളും വൃദ്ധരും ഉൾപ്പെടെയുള്ള അയോധ്യാവാസികൾ സങ്കടം സഹിക്കവയ്യാതെ കരഞ്ഞുകൊണ്ട് രഥത്തിന് പിന്നാലെ ഓടി. നിൽക്കൂ, നിൽക്കൂ പ്രഭോ രാമാദയാനിതേ, കാണുമ്പോൾ തന്നെ കണ്ണുകൾക്ക് അമൃതൊഴുകുന്നു. അങ്ങയുടെ ആ തിരുമേനി
ഇനി കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ സഹിക്കും? അയ്യോ ദൈവമേ, ഞങ്ങളുടെ പ്രാണൻ തന്നെ പോയതുപോലെയാണല്ലോ. ഇപ്രകാരം പറഞ്ഞു സങ്കടപ്പെട്ടും വിലപിച്ചും എല്ലാവരും വേഗത്തിൽ രഥത്തിൽ പിന്നാലെ നടന്നു. ദശരഥ രാജാവും വളരെ നേരം കരഞ്ഞു സങ്കടപ്പെട്ട് ഭൃത്യന്മാരോട് പരിഭ്രമത്തോടെ ഇപ്രകാരം പറഞ്ഞു: ഇനി എന്നെ ഇവിടെ നിന്നും എടുത്തുകൊണ്ടുപോയി ശ്രീരാമന്റെ അമ്മയായ കൗസല്യയുടെ കൊട്ടാരത്തിലാക്കിയാലും രാമനെ വിട്ടുപിരിഞ്ഞ് ഇനി ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. രാജാവിന്റെ ഈ വാക്കുകൾ കേട്ട ഭൃത്യന്മാർ രാജാവിനെ എടുത്ത് കൗസല്യ ദേവിയുടെ കൊട്ടാരത്തിനുള്ളിലാക്കി. ആ സമയം കടുത്ത ദുഃഖത്താൽ ദശരഥൻ വീണ്ടും ബോധം കെട്ടുവീണു. പിന്നീട് ബോധം തെളിഞ്ഞപ്പോൾ കരയാൻ തുടങ്ങി. സങ്കടത്തിൽ മുഴുകിയിരുന്ന കൗസല്യയോടായി ശ്രീരാമനാകട്ടെ തമസാ നദിയുടെയും തീരത്തെത്തുകയും രാത്രിയുടെ ആരംഭത്തിൽ അവിടെ തങ്ങുകയും ചെയ്തു. വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് സീതാദേവിയോടൊപ്പം ആഹാരമൊന്നും കഴിക്കാതെ ആ മരച്ചുവട്ടിൽ കിടന്ന് ഉറങ്ങി. ലക്ഷ്മണനാകട്ടെ വില്ലും അമ്പും കയ്യിലെടുത്ത് അടുത്ത് കാവലായി നിന്നു, സുമന്ത്രരോടൊന്നിച്ച് ഓരോ വിഷമകരമായ കാര്യങ്ങൾ പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട്. അയോധ്യയിലെ ജനങ്ങളും രാമന്റെ അടുക്കലെത്തി. ശ്രീരാമനെ തിരികെ കൊണ്ടുപോകുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്കും വനവാസം തന്നെയാണ് വഴി എന്ന് പറഞ്ഞു. മനസ്സിലുറപ്പിച്ച് അവിടെ കഴിഞ്ഞുകൂടി. ജനങ്ങളുടെ ഈ സങ്കടവും വിലാപവും കണ്ടിട്ട് ശ്രീരാമസ്വാമി മനസ്സിൽ ആലോചിച്ചു: സൂര്യൻ ഉദിച്ചാൽ അയ്യോ, ഇവർ തിരികെ കൊട്ടാരത്തിലേക്ക് പോകില്ല. ഇത് നമ്മുടെ യാത്രയ്ക്ക് തടസ്സമാകും. ഇപ്പോൾ ഇവർ വിഷാദത്തിലായാൽ തളർന്നുറങ്ങുകയാണ്. ഇപ്പോൾ ഇവർക്ക് ചുറ്റുമുള്ള ബോധമില്ല. ഇവർ ഉണരുന്നതിന് മുൻപ് തന്നെ നമുക്ക് പോകാം. ഇപ്പോൾ തന്നെ രഥം പൂട്ടി തയ്യാറാക്കൂ എന്ന് ശ്രീരാമന്റെ ഈ വാക്കുകൾ കേട്ട് സുമന്ത്രരും വേഗത്തിൽ രഥം തയ്യാറാക്കി നിർത്തി. രാമനും ലക്ഷ്മണനും സീതാദേവിയും രഥത്തിൽ കയറി. ഇതൊന്നും ആരും അറിഞ്ഞില്ല. പൗരജനങ്ങൾ ഉറങ്ങുന്ന ആ സമയം സുമന്ത്രർ രഥം അല്പം അയോധ്യയുടെ ഭാഗത്തേക്ക് ഓടിച്ചതിനു ശേഷം അടയാളം തെറ്റിക്കാനായി പെട്ടെന്ന് വഴിതിരിച്ച് തെക്കോട്ട് തന്നെ യാത്രയായി. ചുറ്റും ഉറങ്ങിക്കിടന്ന നാട്ടുകാരെല്ലാം പിറ്റേ ദിവസം ഉണർന്നു നോക്കിയ സമയത്ത് ശ്രീരാമനെ അവിടെ കണ്ടില്ല എന്ന് കണ്ട് വളരെ സങ്കടപ്പെട്ട് നിരാശയോടെ തിരികെ അയോധ്യ നഗരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. സീതാസമേതനായ ശ്രീരാമനെ എപ്പോഴും മനസ്സിൽ ധ്യാനിച്ച് ദിനം പ്രതി മക്കളോടൊപ്പം മിത്രങ്ങളോടുമൊപ്പം കൂടിച്ചേർന്ന് ശുദ്ധമായ മനസ്സോടെ ജനങ്ങളെല്ലാം ജീവിച്ചു പോന്നു. മംഗളാദേവിയായ സീതയുടെ ഭർത്താവ് രാഘവൻ ശ്രീരാമൻ സീതാദേവിയോടൊപ്പം ഗംഗാതീരത്ത് എത്തിച്ചേരുകയും അനുജനായ ലക്ഷ്മണനോടൊപ്പം പുണ്യസ്നാനം ചെയ്യുകയും ചെയ്തു. തുടർന്ന് ശൃംഗിവേരപുരത്തിന് സമീപത്തിനായി വിശ്രമിച്ചു. ദശരഥപുത്രന്മാരും രാമലക്ഷ്മണന്മാരും വിദേഹ രാജകുമാരിയായ സീതാദേവിയും ഒരു ഇരിപ്പൈ മരച്ചുവട്ടിൽ സുഖമായി കഴിഞ്ഞുകൂടി. ശ്രീരാമന്റെ ആഗമനമെന്ന വലിയ സന്തോഷ വാർത്ത കേട്ട മാത്രയിൽ ഗുഹൻ അപ്പോൾ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ തൻ്റെ സ്വാമിയും പ്രിയപ്പെട്ട കൂട്ടുകാരനുമായി ശ്രീരാമദേവനെ കണ്ടു വന്ദിക്കുന്നതിനായി ഭക്തിനിർഭരമായ മനസ്സോടെ വളരെ വേഗത്തിൽ നന്നായി പഴുത്ത പഴങ്ങൾ, തേൻ, പൂക്കൾ തുടങ്ങിയവയെല്ലാം കയ്യിലെടുത്തുകൊണ്ട് ചെന്ന് ശ്രീരാമന്റെ മുന്നിൽ സമർപ്പിച്ച് ഭക്തിയോടെ സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്തു. രാമൻ ഉടൻ തന്നെ ഗുഹനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നെഞ്ചോട് ചേർത്ത് സന്തോഷത്തോടെ ചേർത്ത് പിടിച്ച് ഉറക്കെ ആലിംഗനം ചെയ്തു. പുഞ്ചിരിയോടെയും വളരെ മധുരമായി താമസിയാതെ ക്ഷേമാന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തു. താമരക്കണ്ണനായ ശ്രീരാമന്റെ തിരുമേനി കണ്ട് ഗുഹൻ കൈകൂപ്പി തൊഴുതുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: അടിയൻ ഇന്ന് പൂർണ്ണമായും ധന്യനായി തീർന്നു. തീർച്ചയായും എൻ്റെ ഈ കാട്ടുജാതിയിലെ ജന്മം പവിത്രമായിരിക്കുന്നു. നിഷാദന്മാരുടെ ഈ രാജ്യം മുഴുവൻ ഒരു കുറ്റവുമില്ലാത്തതും അങ്ങയുടേത് തന്നെയാണല്ലോ. അങ്ങയുടെ ദാസനായ എന്നെയും ഈ രാജ്യത്തെയും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ കാത്തുരക്ഷിച്ചാലും മനസ്സിൽ സന്തോഷത്തോടെ ഇനി അവിടുന്ന് എപ്പോഴും ഇവിടെ തന്നെ വസിച്ചരുളിയാലും എൻ്റെ കൊട്ടാരം, വീട് അവിടുന്ന് പവിത്രമാക്കണമേ. അങ്ങയുടെ പാദപത്മങ്ങളിലെ ആ മണ്ണുതെരികൾ കൊണ്ട് കായ്കനികളും കിഴങ്ങുകളും സ്വീകരിച്ചാലും ഈ സമയത്ത് ദയയോടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇപ്രകാരം പ്രാർത്ഥിച്ചു നിൽക്കുന്ന ഗുഹനോട് ശ്രീരാമൻ മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് അരുളി ചെയ്തു: എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, നീ എൻ്റെ വാക്കുകൾ കേട്ടാലും ഇതിനേക്കാൾ വലിയൊരു സന്തോഷം എനിക്ക് വേറെയില്ല. 14 വർഷം കഴിയുന്നതുവരെ നാട്ടിലോ ഗ്രാമങ്ങളിലോ വീടുകളിലോ വസിക്കുവാൻ എനിക്ക് അനുവാദമില്ല. മറ്റുള്ളവർ തരുന്നത് ഭക്ഷണമായി കഴിക്കില്ല എന്ന് ഈ വനവാസകാലം അവസാനിക്കുന്നത് വരെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ രാജ്യം എൻ്റേത് തന്നെയാണ്.
ഭവാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണല്ലോ. അതിനാൽ പൂജ്യനായ നീ തന്നെ ഇത് എപ്പോഴും പരിപാലിച്ചു കൊള്ളുക. മനസ്സിൽ ചെറിയൊരു വിഷമവും നിനക്ക് ഉണ്ടാകേണ്ടതില്ല. നീ വേഗത്തിൽ പേരാലിൻ്റെ പാൽ കൊണ്ടുവന്നാലും വടക്ഷീരം. ആ ക്ഷണത്തിൽ തന്നെ ഗുഹൻ പേരാലിൻ്റെ പാലും കൊണ്ടുവന്നു. ലക്ഷ്മണനോടൊപ്പം ചേർന്ന് രഘുശ്രേഷ്ഠനായ ശ്രീരാമൻ ആ പരിശുദ്ധമായ പേരാലിൽ പാൽ ഉപയോഗിച്ച് തലമുടി ജടയാക്കി കെട്ടിവെച്ചു. സഹോദരനായ ലക്ഷ്മണനാൽ ദർഭപ്പുല്ല് തുടങ്ങിയവ കൊണ്ട് ആദരവോടെ ഉണ്ടാക്കപ്പെട്ട പുൽക്കിടക്കയിൽ ശയ്യയിൽ വെള്ളം മാത്രം കുടിച്ച സീതാദേവിയും രാമനും കൂടി തറയിൽ കിടന്ന് ഉറങ്ങി. പണ്ട് കൊട്ടാരത്തിന്റെ മുകളിലത്തെ നീലയിൽ മെത്തയിൽ കിടന്നുറങ്ങിയതുപോലെ യാതൊരു വിഷമവുമില്ലാതെ അവിടെ ശാന്തമായി ഉറങ്ങി. ലക്ഷ്മണൻ വില്ലും അമ്പും കയ്യിലെന്തി സമീപത്തു തന്നെ. ഗുഹനോടൊപ്പം രാമനും സീതയ്ക്കും കാവലായി നിന്നു. ലക്ഷ്മീപതിയായ ശ്രീരാമസ്വാമിയും സാക്ഷാൽ ലക്ഷ്മി ദേവിയും സീതാദേവിയും മരച്ചുവട്ടിൽ കിടന്നുറങ്ങുന്നത് കണ്ട് കടുത്ത ദുഃഖത്തോടെ കണ്ണീർ വാർത്തുകൊണ്ട് ഗുഹൻ ലക്ഷ്മണനോട് പറയുവാൻ തുടങ്ങി. ഹേ കൂട്ടുകാരാ, താമരക്കണ്ണനായ ശ്രീരാമനെ നീ കാണുന്നില്ലേ? മണ്ണിൽ മരച്ചുവട്ടിൽ ഇലക്കൂട്ടങ്ങൾക്ക് മീതെയാണല്ലോ കിടക്കുന്നത്. താമരക്കണ്ണനായ ഭഗവാൻ ഇങ്ങനെ ഉറങ്ങേണ്ടി വന്നുവല്ലോ. കൊട്ടാരങ്ങളെക്കാൾ ഉത്തമമായ സ്വർണ്ണ മന്ദിരങ്ങൾ സീതാദേവിയോടൊപ്പം വാഴേണ്ട പുണ്യപുരുഷനാണ് പണ്ട് കിടന്നുറങ്ങിയിരുന്നത്. എന്നാൽ ഇന്നിവിടെ കാട്ടിനുള്ളിൽ തളിരിലകൾക്ക് മീതെ കിടന്നുറങ്ങുന്നു. ശ്രീരാമദേവന് ഈ ദുഃഖമെല്ലാം ഉണ്ടാകാൻ പ്രധാന കാരണക്കാരിയായി തീർന്നത് കൈകേയിയാണ്. മന്ദരയുടെ വാക്ക് കേട്ട് മനസ്സ് ദുഷിച്ച കൈകേയി അയ്യോ, എത്ര വലിയ മഹാപാപമാണ് ചെയ്തത്. ഗുഹന്റെ ഈ വിലാപ വാക്കുകൾ കേട്ട സങ്കടത്തോടെ സൗമിത്രി വേഗത്തിൽ അതിനുള്ള മറുപടി പറഞ്ഞു. നല്ല ബുദ്ധിയുള്ളവനെ, എൻ്റെ വാക്കുകൾ കേൾക്കൂ. ആരും ആരുടെയും സന്തോഷത്തിനോ ദുഃഖത്തിനോ കാരണമല്ല. ഈ ലോകത്തിൽ ഒരാളുടെ സുഖത്തിനോ ദുഃഖത്തിനോ മറ്റൊരാൾ കാരണക്കാരനല്ല. ഈ ലോകത്തിൽ പൂർവ്വജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളാണ് എല്ലാ മനുഷ്യരുടെയും സുഖങ്ങൾക്കും ദുഃഖങ്ങൾക്കും കാരണം. മറ്റൊരാളാണ് നമുക്ക് സുഖമോ ദുഃഖമോ തന്നതെന്ന ചിന്ത മനസ്സിൽ വെച്ച് പുലർത്തുന്നത് വെറും തെറ്റാണ്. ഈ ലോകത്തിൽ ഇന്നയാൾ എനിക്ക് സുഖം തരുന്നവനാണ്, മറ്റൊരുവൻ എനിക്ക് ദുഃഖം തരുന്നവനാണ് എന്നിങ്ങനെ വെറുതെ അജ്ഞാനികളായ ആളുകൾക്ക് എപ്പോഴും തോന്നുന്നു. എന്നാൽ ജ്ഞാനികളായ പണ്ഡിതന്മാർക്ക് ഒരിക്കലും അങ്ങനെ തോന്നില്ല. ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നയാൾ എന്ന് തോന്നുന്നത് മനസ്സിലെ വെറും അഹങ്കാരം കൊണ്ടാണ് കേട്ടാലും. കൂട്ടുകാരാ, ഈ ലോകം മുഴുവൻ തങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളാകുന്ന നൂലുകളാൽ ബന്ധമാണ്. നമ്മൾ അനുഭവിക്കുന്ന അനുഭവങ്ങളെല്ലാം സ്വന്തം കർമ്മങ്ങൾക്ക് അനുസരിച്ചുള്ളവയുമാണ്. മിത്രം, കൂട്ടുകാരൻ, ശത്രു, ഉദാസീനൻ, ബന്ധു, ദ്വേഷിക്കുന്നവൻ, മധ്യസ്ഥൻ, പ്രിയപ്പെട്ടവൻ എന്നിങ്ങനെയുള്ള വ്യത്യാസങ്ങളെല്ലാം ബുദ്ധിയുടെ ഭ്രമം മാത്രമാണ്. നന്നായി ചിന്തിച്ചു നോക്കിയാൽ സ്വന്തം കർമ്മങ്ങൾ എവിടെ എങ്ങനെ അനുഭവപ്പെടണമോ അവിടെ അങ്ങനെയൊക്കെ സംഭവിക്കുന്നു. സുഖവും ദുഃഖവും സ്വന്തം കർമ്മഫലത്തിനനുസരിച്ച് വന്നെത്തുന്നതാണ്. ഇതെല്ലാം മനസ്സുകൊണ്ട് നന്നായി ആലോചിച്ചു നോക്കിയാൽ കാലക്രമേണ ഏതൊക്കെ കാര്യങ്ങളാണോ വന്നു ചേരുന്നത് അവയെല്ലാം സന്തോഷത്തോടെ അനുഭവിച്ച് മനസ്സ് തളരാതെ കഴിയണം. അനുഭവങ്ങൾക്കായി ആഗ്രഹിക്കുകയോ വിധിയാൽ വന്നു ചേരുന്ന അനുഭവങ്ങളെ തള്ളിക്കളയുകയോ വേണ്ട. ആലോചിക്കുന്നതോറും ദുഃഖിക്കുന്നതും അതിയായി സന്തോഷിക്കുന്നതും വെറുതെയാണ്. മനസ്സിന് നല്ലതോ ചീത്തയോ ആയ കർമ്മഫലങ്ങൾ അനുഭവപ്പെടുമ്പോൾ മനുഷ്യ ശരീരം പുണ്യപാപങ്ങളുടെ ഫലമായി എപ്പോഴും സൃഷ്ടിക്കപ്പെടുന്നതും വിധിയാൽ വളരുന്നതുമായ കൂട്ടുകാരാ, സുഖവും ദുഃഖവും എല്ലാവർക്കും സ്വാഭാവികമായി വന്നെത്തുന്നതാണ്. അത് മാറ്റിവെക്കാൻ ദേവന്മാർക്കോ അസുരന്മാർക്കോ പോലും സാധിക്കില്ല. ലോകത്ത് സുഖത്തിന് ശേഷം ദുഃഖം വരും. സങ്കടപ്പെടേണ്ടതില്ല, ദുഃഖത്തിന് ശേഷം സുഖവും വരും. രാവും പകലും മാറി മാറി വരുന്നത് പോലെ ഇവയും തീർച്ചയായും മാറി മാറി വരും. മനസ്സിൽ ചിന്തിച്ച കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെയല്ലേ ഉള്ളൂ. ദുഃഖത്തിന്റെ നടുവിൽ ചിലപ്പോൾ സുഖം വന്നു ചേരും, സുഖത്തിന്റെ നടുവിൽ ദുഃഖവും വന്നു ചേരും. ഇവ രണ്ടും ഒന്നിനൊന്നായി കൂടിക്കലർന്ന് വരികയുള്ളൂ. കൂട്ടുകാരാ, വെള്ളവും ചെളിയും തമ്മിൽ വേർതിരിക്കാനാവാത്ത വിധം കലർന്നിരിക്കുന്നത് പോലെയാണ്. ആകയാൽ വിവേകമുള്ള ജ്ഞാനികൾ മനസ്സിൽ ധൈര്യം കൈവിടാതെ അമിതമായ ദുഃഖമോ സന്തോഷമോ കൂടാതെ ശാന്തമായി കഴിയുന്നു. തങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സംഭവിച്ചാലും ഇഷ്ടമില്ലാത്ത അനിഷ്ട സംഭവങ്ങൾ സംഭവിച്ചാലും ജ്ഞാനികളായ ആളുകൾ എപ്പോഴും സംതൃപ്തമായി മനസ്സോടെ വസിക്കുന്നു. ഈ കാണുന്ന ലോകമെല്ലാം വെറും മായയാണെന്ന ചിന്തയാൽ ഇപ്രകാരം ഗുഹനും ലക്ഷ്മണനും
പലതരം കാര്യങ്ങൾ സംസാരിച്ചു നിൽക്കുന്ന ആ സമയത്ത് സൂര്യൻ ഉദിച്ചുയർന്നു. ഉടൻ തന്നെ ശ്രീരാമൻ പ്രഭാതത്തിലെ നിത്യകർമ്മങ്ങൾ പൂർത്തിയാക്കി ഇപ്രകാരം കൽപ്പിച്ചു: നദി കടക്കാൻ തോണി വരുത്തൂ. അപ്പോൾ ഗുഹൻ നല്ലൊരു തോണിയും കൊണ്ട് വേഗത്തിൽ വന്ന് തൊഴുതു പറഞ്ഞു: സ്വാമി, ഈ ചെറിയ വഞ്ചിയിൽ കയറിയാലും ലക്ഷ്മണനോടൊപ്പം സീതാദേവിയോടുമൊപ്പം ഈ തോണി തൊഴിയുന്നത് അടിയൻ തന്നെയാണ്. ഹേ മനുഷ്യവീരനായ പ്രഭു, എന്റെ പ്രാണനാഥ! ശൃംഗിവേരപുരാധിപനായ ഗുഹന്റെ വാക്കുകൾ കേട്ട നേരം മംഗളാദേവിയായ സീതാദേവിയുടെ കൈയും പിടിച്ച് തോണിയിൽ കയറ്റി ഗുഹന്റെ കൈയും പിടിച്ച് ശ്രീരാമനും തോണിയിൽ കയറി. ആയുധങ്ങളെല്ലാം എടുത്ത് ലക്ഷ്മണനും വിശാലമായ ആ തോണിയിൽ കയറി. ഗുഹൻ തന്റെ കൂട്ടാളികളോടൊപ്പം ബന്ധുമിത്രാദികളോടൊപ്പം ചേർന്ന് വളരെ ആദരവോടെ ആ തോണി തുഴഞ്ഞുകൊണ്ടുപോയി. പുണ്യമായ കണ്ണുകളുള്ള സീതാദേവിയും ഗംഗാനദിയോട് പ്രാർത്ഥിച്ച് ഭക്തിയോടെ വന്ദിച്ചു: ഹേ ഗംഗ, ഭഗവതി ദേവി, അങ്ങേക്ക് എൻ്റെ നമസ്കാരം. ശിവഭഗവാന്റെ തിരുമുടിയിൽ എപ്പോഴും അധിവസിക്കുന്ന ഹേ സുന്ദരിയായ ഹൈമവതി, ഹിമവാന്റെ മകളെ, അങ്ങേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം. ഹേ മന്ദാകിനി, ഗംഗാദേവി, അങ്ങേക്കെൻ്റെ പ്രണാദം. തങ്ങൾ ഈ വനവാസകാലവും സുരക്ഷിതമായി പൂർത്തിയാക്കി തിരിച്ചെത്തുമ്പോൾ അങ്ങേക്ക് വിപുലമായ പൂജകളും നിവേദ്യങ്ങളും അർപ്പിക്കാം. യാതൊരു ആപത്തുകളും വരാതെ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. ദക്ഷസംഹാരിയായ ശിവന്റെ പ്രിയ പത്നിയായ ഗംഗേ, അങ്ങേക്ക് നമസ്കാരം. ഇപ്രകാരം പ്രാർത്ഥിച്ച് വന്നിച്ചു നിൽക്കുന്ന സമയത്ത് അവർ വേഗത്തിൽ ഗംഗയുടെ അക്കരെ എത്തിച്ചേർന്നു. തോണിയിൽ നിന്നും താഴെ ഇറങ്ങിയ ഗുഹൻ രാമന്റെ പാദങ്ങളിൽ തൊഴുതുകൊണ്ട് തന്റെ ആഗ്രഹം ഇപ്രകാരം അപേക്ഷിച്ചു: അങ്ങയോടൊപ്പം പോരുന്നതിന് അടിയന് യാതൊരു വിഷമവുമില്ലാത്ത അനുവാദം നൽകിയാലും, അല്ലാത്ത പക്ഷം ഞാൻ എൻ്റെ പ്രാണൻ ഉപേക്ഷിക്കും. ഹേ ചന്ദ്രബിംബം പോലുള്ള മുഖമുള്ളവനെ ലോകനാഥ! ഗുഹന്റെ ഈ വാക്കുകൾ കേട്ട് മനസ്സിൽ സന്തോഷത്തോടെ ശ്രീരാമദേവൻ ഇപ്രകാരം അരുളി ചെയ്തു: തീർച്ചയായും 14 വർഷം കാട്ടിൽ വസിച്ചതിനു ശേഷം ഞാൻ വേഗത്തിൽ തിരിച്ചെത്തും. മനസ്സിലെ വിഷമമെല്ലാം മാറ്റി സന്തോഷത്തോടെ ജീവിക്കുക. രാമൻ പറഞ്ഞ വാക്കിന് ഒരിക്കലും സത്യവിരോധം ഉണ്ടാവില്ല. ഇപ്രകാരം പലവിധത്തിൽ ആശ്വസിപ്പിച്ച് സംസാരിച്ച് നിറഞ്ഞ സന്തോഷത്തോടെ ഗുഹനെ നെഞ്ചോട് ചേർത്ത് ആലിംഗനവും ചെയ്തു. ഭക്തനായ ഗുഹനെ യാത്രയാക്കി രഘുശ്രേഷ്ഠനായ രാമൻ. ഗുഹനാകട്ടെ ഭക്തിയോടെ പ്രണമിച്ച് കൈകൂപ്പി തൊഴുത് പതുക്കെ വീണ്ടും തോണിയിൽ കയറി. തന്റെ കൊട്ടാരത്തിൽ തിരിച്ചെത്തി രാമനെ തന്നെ ധ്യാനിച്ച് വസിച്ചു. സീതാദേവിയോടൊപ്പം ശ്രീരാമൻ സഹോദരനായ ലക്ഷ്മണനോടൊപ്പം കാനനവാസത്തിനാവശ്യമായ ആഹാരത്തിനായി ഒരു മൃഗത്തെ വേട്ടയാടി ആദരവോടെ ഭക്ഷിച്ചതിനു ശേഷം സുഖമായി കഴിഞ്ഞുകൂടി. ഒരു മരച്ചുവട്ടിൽ ദർഭപ്പുല്ല് വിരിച്ച് കിടക്കയിൽ സൂര്യദേവൻ ഉദിച്ചുയർന്നതിനു ശേഷം രാജകുമാരനായ രാമൻ ആർഘ്യപ്രദാനം തുടങ്ങിയ പ്രഭാത നിത്യകർമ്മങ്ങൾ പൂർത്തിയാക്കി തുടർന്ന് തപസ്വിയായ ഭരദ്വജ മഹർഷിയുടെ ആശ്രമത്തിന് സമീപത്തോട് ആദരവോടെ എത്തിയതിനു ശേഷം മനസ്സിൽ സന്തോഷത്തോടെ അവിടെ ഇരുന്ന ആ സമയത്ത് അവിടെ ഒരു ബ്രഹ്മചാരിയായ വടുവിനെ കാണാനിടയായി, അതായത് ശിഷ്യനെ. ആ സമയം ആ വടുവിനോട് ശിഷ്യനോട് ശ്രീരാമൻ ഇപ്രകാരം പറഞ്ഞു: ഇപ്പോൾ തന്നെ നീ ഭരദ്വജ മഹർഷിയോട് ചെന്നറിയിക്കണം, ദശരഥപുത്രനായ രാമൻ എത്തിയിട്ടുണ്ട്. തൻ്റെ ഭാര്യയോടൊപ്പം സഹോദരനോടൊപ്പം വന്ന് ആശ്രമത്തിൽ തൊട്ടടുത്ത് കാത്തിരിക്കുന്നുണ്ടെന്ന വിവരം വൈകാതെ മുനിയോട് ധരിപ്പിച്ചാലും എന്ന് പറഞ്ഞപ്പോൾ ആ ബ്രഹ്മചാരിയായ ശിഷ്യൻ താപസശ്രേഷ്ഠനായ ഭരദ്വജ മഹർഷിയോട് ചെന്ന് വലിയ സന്തോഷത്തോടെ വിവരമറിയിച്ചു. ആശ്രമത്തിന് സമീപത്തായി ദശരഥപുത്രനായ ശ്രീരാമൻ സഹോദരനോടും ഭാര്യയോടും ഒപ്പം വന്ന് കാത്തു നിൽക്കുന്നുണ്ട്. ഇപ്രകാരം കേട്ട ഭരദ്വജൻ ഉടൻ തന്നെ എഴുന്നേറ്റ് ആനന്ദത്തോടെ ആർഘ്യവും പാദ്യവും പൂജാദ്രവ്യങ്ങളും കയ്യിലെടുത്ത് വേഗത്തിൽ ശ്രീരാമന്റെ അരികിലേക്ക് ചെന്ന് ഭക്തിയോടെ ലക്ഷ്മണനോടൊപ്പം ഭഗവാനെ പൂജിച്ച് ദയാലുവും ശ്രേഷ്ഠനുമായ ശ്രീരാമദേവനെ കണ്ടിട്ട് സന്തോഷത്താൽ പരമാനന്ദ സാഗരത്തിൽ മുഴുകി. ശ്രീരാമനാകട്ടെ ഭരദ്വജൻ മഹർഷിയുടെ തൃപ്പാദങ്ങളിൽ ഭാര്യയോടും അനുജനോടുമൊപ്പം വേഗത്തിൽ സാഷ്ടാംഗം പ്രണമിച്ചു. മുനിശ്രേഷ്ഠനായ ഭരദ്വജൻ അനുഗ്രഹവചസ്സുകളോടെ മനസ്സിൽ വലിയ സന്തോഷത്തോടെയും ഇപ്രകാരം അരുളി ചെയ്തു: അങ്ങയുടെ കാൽധൂളികൾ കൊണ്ട് അവിടുന്ന് പവിത്രമാക്കിയാലും വേദസ്വരൂപനായ ഭഗവാനെ,
എൻ്റെ ഈ പർണശാലയെ. ഇപ്രകാരം പറഞ്ഞ സീതാദേവിയോടും ലക്ഷ്മണനോടുമൊപ്പം സത്യസ്വരൂപനായ രാമനെ ആദരവോടെ പർണശാലയിലേക്ക് ആനയിച്ചു. ശാസ്ത്രവിധി അനുസരിച്ച് പൂജിച്ചതിനു ശേഷം തപോധനരിൽ ശ്രേഷ്ഠനായ ഭരദ്വജൻ ഇപ്രകാരം പറഞ്ഞു: അങ്ങേ നേരിൽ കാണാൻ കഴിഞ്ഞതു കാരണം ഇന്ന് എൻ്റെ തപസ്സിന്റെ പൂർണ്ണഫലവും കൈവന്നിരിക്കുന്നു. ഹേ രഘുപതേ, അങ്ങയുടെ വൃത്താന്തങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹേ കരുണാനിധേ, കഴിഞ്ഞതും ഇനി സംഭവിക്കാൻ പോകുന്നതുമായ കാര്യങ്ങൾ അങ്ങ് സാക്ഷാൽ പരമാത്മാവാണെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഒരു പ്രത്യേക ലക്ഷ്യത്തിനായി സ്വന്തം മായയാൽ ഈ ഭൂമി മനുഷ്യനായി അവതരിപ്പിച്ചിരിക്കുകയാണ്. പണ്ട് ബ്രഹ്മാവിനാൽ പ്രാർത്ഥിക്കപ്പെട്ടതുകൊണ്ടാണ് അവിടുന്ന് ഈ ജന്മം എടുത്തതെന്ന കാര്യവും ഇപ്പോൾ ഈ വനവാസത്തിന് ഇടവന്നതും എന്തുകൊണ്ടാണെന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഭഗവാനെ. അങ്ങനെയെങ്കിൽ തന്നെ ധ്യാനിച്ചതിലൂടെ ലഭിച്ച ജ്ഞാനദൃഷ്ടിയാൽ ഹേ ജ്ഞാനമൂർത്തെ, എല്ലാ കാര്യങ്ങളും ഞാൻ വ്യക്തമായി കണ്ടു കഴിഞ്ഞു. ഞാൻ ഇനി കൂടുതലായി എന്തു പറയാനാണ്? നിറഞ്ഞ സംതൃപ്തിയോടെ ഞാൻ ധന്യനായി തീർന്നിരിക്കുന്നു. ലക്ഷ്മീപതിയായി ശ്രീരാമൻ ആദരവോടെ വന്ദിച്ചുകൊണ്ട് ആ താപസശ്രേഷ്ഠനോട് ഇപ്രകാരം അരുളി ചെയ്തു: ക്ഷത്രിയ കുലത്തിൽ ജനിച്ചവരായ ഞങ്ങളെ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ അനുഗ്രഹിക്കണമേ. ഇപ്രകാരം പരസ്പരം സംഭാഷണം നടത്തുകയും അവിടെ ആ മുനിയോടൊപ്പം രാത്രി സമയം ചെലവഴിക്കുകയും ചെയ്തു. ഇപ്രകാരം ആനന്ദത്തോടെ കഴിഞ്ഞ പ്രഭാതത്തിൽ മുനിശ്രേഷ്ഠനായ ഭരദ്വജനെ മകളായ ശിഷ്യന്മാരോടൊപ്പം പരിശുദ്ധയായ കാളിന്തി നദിയെ നീന്തിക്കടന്ന് മുനി ഉപദേശിച്ചു നൽകിയ വഴിയിലൂടെ യാത്രയായി ചിത്രകൂട പർവ്വതത്തിൽ വേഗത്തിൽ എത്തിച്ചേർന്നു. അവിടെ പരിശുദ്ധമായ വാൽമീകി മഹർഷിയുടെ ആശ്രമം അനേകം മുനിശ്രേഷ്ഠന്മാർ നിറഞ്ഞതും വിവിധതരം മൃഗങ്ങളും പക്ഷികളാലും മനോഹരമായതും ഉത്തമമായ വൃക്ഷങ്ങളാലും വള്ളികളാലും ശോഭിക്കുന്നതും എപ്പോഴും പൂക്കളും ഫലങ്ങളും തളിരിലകളും നിറഞ്ഞതുമായിരുന്നു. അവിടെ ചെന്ന മുനിമാരുടെ കൂട്ടത്തിൽ പ്രശാന്തനായി ഇരിക്കുന്ന ഉത്തമനായ വാൽമീകി മഹർഷിയെ കണ്ട് തൊഴുതു വന്ദിച്ചു. ലക്ഷ്മീപതിയും വീരനും മനോഹരനും കോമളരൂപനും ശ്യാമവർണ്ണനും ആഗ്രഹങ്ങൾക്ക് സാക്ഷാത്കരിക്കുന്നവനും എല്ലാവരെയും ആകർഷിക്കുന്നവനും കാമദേവനെ പോലെ സുന്ദരനും കറുത്ത കഴുതാമരപ്പൂ പോലുള്ള കണ്ണുള്ളവനും ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരാൽ വന്ദിക്കപ്പെടുന്നവനും അമ്പുപൊതിയും വില്ലും ധരിച്ചവനും 3 ലോകങ്ങളെയും രക്ഷിപ്പാൻ സമർത്ഥനും ജടാമകുടത്തിൽ ശോഭിക്കുന്നവനും സീതാദേവിയോടും ലക്ഷ്മണനോടും ഒപ്പമുള്ളവനുമായ രഘുശ്രേഷ്ഠനെ രാജാക്കന്മാരുടെ ഇന്ദ്രനായ ആ ഭഗവാനെ അപ്പോൾ വാൽമീകി കണ്ടിട്ട് സന്തോഷത്താൽ നിറഞ്ഞ കണ്ണീരോടെ ശ്രീരാമന്റെ തിരുമേനിയിൽ ഉറക്കി ആലിംഗനം ചെയ്തു. സാക്ഷാൽ നാരായണനും പരമാനന്ദ സ്വരൂപനും കരുണ ആകുന്ന അമൃതിന്റെ കടലും മനുഷ്യരൂപം പൂണ്ടവനും ലോകത്താൽ പൂജിക്കപ്പെടുന്നവനും ജഗന്മയനുമായ ഭഗവാനെ പൂജിച്ച് താമരക്കണ്ണനും രാജാക്കന്മാർക്ക് ചൂടാമണിയും ആയ ഭഗവാന് ഭക്തിയോടെ അർഘ്യവും പാദ്യവും അർപ്പിച്ചതിനു ശേഷം മോക്ഷം നൽകുന്ന നാഥന് ആദരവോടെ പഴുത്തതും മധുരമുള്ളതുമായ ഫലങ്ങളും തേനും കിഴങ്ങുകളും ഭക്ഷണത്തിനായി സന്തോഷത്തോടെ സമർപ്പിച്ച് അവ കഴിച്ച് രഘുവരനായ ശ്രീരാമൻ തൻ്റെ യാത്രാക്ഷീണമൊക്കെ മാറ്റി. ആ മുനിശ്രേഷ്ഠനെ വന്ദിച്ചുകൊണ്ട് ശ്രീരാമൻ ഇപ്രകാരം അരുളി ചെയ്തു: പിതാവിന്റെ കൽപ്പന പ്രകാരം വനവാസത്തിനായി ഇറങ്ങി തിരിച്ചതാണ്. എൻ്റെ സഹോദരനായ ലക്ഷ്മണനോടും ജാനകി പുത്രിയായ സീതയോടുമൊപ്പം. ഇതിനുള്ള കാരണം ഞാൻ പ്രത്യേകമായി പറയേണ്ടതില്ലല്ലോ. വേദാന്തിയായ അങ്ങേക്ക് ഇതെല്ലാം വ്യക്തമായി അറിയാവുന്നതുമാണ്. ഏതൊരു സ്ഥലത്താണ് ഞങ്ങൾക്ക് സുഖമായി വസിക്കാൻ കഴിയുക എന്ന് സീതയോടൊപ്പമുള്ള എനിക്ക് ഉപദേശിച്ചു തന്നാലും ഇവിടെ കുറച്ചു കാലം താമസിക്കുന്നതിനായി മനസ്സിൽ ആലോചിച്ച ഒരു സ്ഥലം നിശ്ചയിച്ചു തന്നാലും ഹേ മഹർഷി, ഇങ്ങനെയുള്ള ദിവ്യമായ അന്തരീക്ഷമുള്ള മംഗളകരമായ പ്രദേശങ്ങളാണ് താമസിക്കാൻ ഏറ്റവും അനുയോജ്യം. ശ്രീരാമൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട വാൽമീകി മഹാമുനി മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം അരുളി ചെയ്തു: ഈ സർവ്വലോകങ്ങളും അങ്ങയിലാണെന്ന് വസിക്കുന്നത്, അതുപോലെ എല്ലാ ലോകങ്ങളിലും അങ്ങ് അധിവസിക്കുന്നു. ഇങ്ങനെയുള്ള പൊതുവായ താമസ സ്ഥലങ്ങളെക്കുറിച്ച് അങ്ങനെയിരിക്കെ ഞാൻ പ്രത്യേകം എന്തു പറയാനാണ്? എങ്കിലും സീതാദേവിയോടൊപ്പം ജീവിക്കാനായി ഒരു പ്രദേശം അങ്ങ് പ്രത്യക്ഷമായി ചോദിച്ചുകൊണ്ട് അങ്ങേക്ക് സുഖമായി വസിക്കുവാനുള്ള വീടുകൾ അല്ലെങ്കിൽ ഇടങ്ങൾ ഏതെല്ലാമാണെന്ന് വ്യക്തമായി ഞാൻ പറഞ്ഞു തരാം. മനസ്സിൽ സംതൃപ്തിയുള്ളവരും എല്ലാവരും സമഭാവനയോടെ കാണുന്നവരും ഒരു ജീവിയോടും ദ്രോഹചിന്തയില്ലാത്തവരും
ശാന്ത മനസ്സോടെ അങ്ങയെ മാത്രം ഭജിച്ച് ജീവിക്കുന്നവരുമായ ആളുകളുടെ ഹൃദയം, മനസ്സ് തന്നെയാണ് അങ്ങയ്ക്ക് വസിക്കുവാനുള്ള ഏറ്റവും സുഖമായ മന്ദിരം. ലോകത്തിലെ ധർമാധർമ്മങ്ങളെയും പാപപുണ്യങ്ങളെയും എല്ലാം ഉപേക്ഷിച്ച് അത്യന്തം ഭക്തിയോടെ അങ്ങയെ മാത്രം ഭജിക്കുന്ന ഭക്തരുടെ ഹൃദയ കമലം അങ്ങേക്ക് വസിക്കുന്നതിനായി ഏറ്റവും ഉത്തമമായി ശോഭിക്കുന്ന ആലയമാണ്. എപ്പോഴും അങ്ങയെ അങ്ങനെ തന്നെ ശരണമായി പ്രാപിച്ച് സുഖദുഃഖാദി ദ്വന്ദ്ങ്ങളില്ലാത്തവരും ആഗ്രഹങ്ങളില്ലാത്തവരും ഒന്നും അപേക്ഷിച്ച് പ്രവർത്തിക്കാത്തവരുമായി അങ്ങയുടെ മന്ത്രങ്ങളെ മാത്രം ജപിക്കുന്ന മനുഷ്യരുടെ മനോകമലം തന്നെയാണ് അങ്ങേക്ക് സുഖമായി വസിക്കുവാനുള്ള മന്ദിരം. ശാന്ത സ്വഭാവമുള്ളവരും അഹങ്കാരമില്ലാത്തവരും കാമക്രോധാദികളും രാഗദ്വേഷങ്ങളില്ലാത്തവരും മനസ്സിനുടമകളും മൺകട്ടയും കല്ലും സ്വർണവും ഒരുപോലെ കാണുന്ന ബുദ്ധിയുള്ളവരുമായ ശ്രേഷ്ഠരായ വ്യക്തികളുടെ മനസ്സാണ് അങ്ങയുടെ വസിക്കുവാനുള്ള സ്ഥലം. തങ്ങളുടെ എല്ലാ കർമ്മങ്ങളും അങ്ങയിൽ സമർപ്പിച്ച് കളങ്കമില്ലാത്ത ഉത്തമമായ മനസ്സോടെ എപ്പോഴും സംതൃപ്തരായി കഴിയുന്നവരുടെ ഹൃദയം എപ്പോഴും അങ്ങേക്ക് സുഖമായി വസിക്കുവാനുള്ള ആലയമാണ്. ആഗ്രഹിച്ച വസ്തുക്കൾ ലഭിച്ചാൽ അതിരട്ട് സന്തോഷമോ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ വിഷാദമോ ഇല്ലാതെ സർവ്വതും വെറും മായയാണെന്ന് ഉറപ്പിച്ച് ജീവിക്കുന്ന മഹാത്മാക്കളുടെ ദിവ്യ മനസ്സാണ് അങ്ങയുടെ വാസസ്ഥലം. 6 വിധത്തിലുള്ള വികാരങ്ങളും ജനനം, അസ്തിത്വം, വളർച്ച, പരിണാമം, ക്ഷയം, നാശം മനസ്സിൽ ചിന്തിച്ചു നോക്കിയാൽ ശരീരത്തിന് മാത്രമുള്ളതാണ്. വിശപ്പ്, ദാഹം, ഭയം, സുഖം, ദുഃഖം തുടങ്ങിയവയെല്ലാം ആലോചിച്ചു നോക്കിയാൽ ആത്മാവിനെ ബാധിക്കുന്നതേയില്ല. ഇപ്രകാരം മനസ്സിൽ ഉറപ്പിച്ച് അങ്ങയെ ഭജിക്കുന്നവരുടെ ഹൃദയമാണ് അങ്ങേക്ക് സുഖമായി വസിക്കുവാനുള്ള മന്ദിരം. യാതൊരുത്തനാണോ അങ്ങയെ പരമമായ ചൈതന്യ സ്വരൂപനായും സജ്ജനങ്ങളുടെ വേദസ്വരൂപനായും അനന്തനായി ഏകം സത്തായും വേദാന്തങ്ങളാൽ അറിയപ്പെടുന്നവനും ആദിപുരുഷനും ജഗത്തിന് കാരണക്കാരനും നാദാന്ത സ്വരൂപത്തിന്റെ പരബ്രഹ്മവും നാശമില്ലാത്തവനും അച്യുതൻ, എല്ലാ ജീവികളുടെയും ഹൃദയത്തിൽ വസിക്കുന്നവനും സർവത്തിനും ആധാരമായവനും സർവവ്യാപിയും പരമാത്മാവും യാതൊന്നിനാലും നിഷ്കളങ്കമായവനും വസുദേവനും വരദായകനും ശ്രേഷ്ഠനുമായി കണ്ട് ഈ ലോകത്തെ മുഴുവൻ അങ്ങയുടെ ആത്മചൈതന്യമായി എപ്പോൾ കാണുന്നത്. അങ്ങനെയുള്ളവന്റെ മനസ്സിൽ സീതാദേവിയോടൊപ്പം ഹേ ശ്രീരാമചന്ദ്ര അങ്ങ് തീർച്ചയായും വസിച്ചാലും. നിരന്തരമായ അഭ്യാസത്താൽ ബുദ്ധിയും മനസ്സും ശുദ്ധമാക്കിയവരുടെയും എപ്പോഴും അങ്ങയുടെ തൃപ്പാദങ്ങളെ സേവിക്കുന്നതിൽ താല്പര്യതയുള്ളവരുടെയും എപ്പോഴും അങ്ങയുടെ നാമമന്ത്രങ്ങൾ ജപിച്ച് പരിശുദ്ധമായ സന്തോഷമുള്ള മനസ്സോടെയും ഭക്തിയിൽ അലിഞ്ഞ ഹൃദയത്തോടെയും കൂടിയവരും ഉള്ളിൽ വസിക്കുന്നവനായി അങ്ങ് സീതാദേവിയോടൊപ്പം വാണരുളിയാലും വിചാരിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരുന്ന ചിന്താമണിയായവനെ ദയാസാഗരമേ ഇവിടെ വസിച്ചാലും. ഇന്നത്തെ പാരായണത്തിന്റെ അർത്ഥവരികൾ ഇവയെല്ലാമാണ്. ഏവരും ഇത് കേൾക്കും എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അറിയാത്തതും നമുക്കറിയാത്തതുമായ ഒരുപാട് കാര്യങ്ങളാണ് ഇവയിലൂടെ നമ്മൾ കേട്ടറിയുന്നത്. മറ്റൊരു ഭാഗത്തിന്റെ വരികളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.